കൃഷ്ണനെയാണല്ലോ നമ്മൾ പൂജിക്കുന്നത്. കൃഷ്ണൻ OBC ആണ്. ശിവൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായാലും SC/ST ആവും. അപ്പോൾ ആ ഒരവസ്ഥയിൽ അല്ലേ, കാളയും മയിലും പൂച്ചയും ഒക്കെ ജീവിക്കുന്ന, എലിയും ഒക്കെ ജീവിക്കുന്ന ഒരു സൂവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ശിവൻ. അപ്പോൾ ചില അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തു, ഇതിനെ കഷ്ണങ്ങളാക്കി മാറ്റി. അപ്പം SC/ST നമ്മൾ കൂടിയാണ് പറയുക. SCയും STയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാട്ടാളനായിട്ടുള്ള ആൾക്ക് വലിയ കവിയായിട്ട് മാറാനും ഗുരുവായിട്ട് മാറാനും സാധിച്ചിട്ടുള്ള ലോകമാണിത്. അപ്പോൾ ഒരിക്കലും ജന്മം കൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. കുറേ ആളെ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാൾ ബ്രാഹ്മണനായി. അതുകൊണ്ടാണ് സ്വഭാവ പ്രഭവൈർ ഗുണൈ, സ്വഭാവം അനുസരിച്ചിട്ടാണ്. ഡോക്ടർ TPS, ഇപ്പം ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗമായി മനുഷ്യരെ പല വിഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു പരിധി വരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടൊരു റെഫറൻസ് കാണുന്നത് ഭഗവത്ഗീതയിലാണ്. ജ്ഞാനകർമ്മ സന്യാസ യോഗം 4-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകമാണ്. അതിനകത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഞാൻ ഉണ്ടാക്കിയതാണ് ചാതുർവർണ്ണ്യം. എന്തിനാ? ഗുണകർമ്മ വിഭാഗശ, ഓരോരാളുടെയും ഗുണമനുസരിച്ച് അവരെ തരംതിരിക്കാനാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്നുള്ള ഒരാൾ ബ്രഹ്മത്തെ അറിയുന്നവൻ, വേദാന്തി, വിജ്ഞാനമുള്ളവൻ, അത് ഒരു കാറ്റഗറിയാണ്. അടുത്ത കാറ്റഗറി എന്താണ്? ഭരിക്കാൻ കഴിവുള്ളവൻ, പവറുള്ളവൻ, പൊസിഷനുള്ളവൻ, കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവൻ, ക്ഷത്രിയ ഗുണം ഉള്ളവനാണ്. ഇപ്പോൾ ബ്രാഹ്മണനുണ്ട്, ക്ഷത്രിയനുണ്ട്. പിന്നെ വൈശ്യൻ. ആ വൈശ്യൻ എന്ന് പറയുന്നത് ഏത് ബിസിനസ്സിനെയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു വ്യക്തി. ശൂദ്രൻ എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ. ഇപ്പം നമ്മളൊരു കലക്ടറുടെ ഓഫീസിൽ പോകുന്നു. കലക്ടർ എന്ന് പറയുന്നത് ഭരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഡ്രൈവറും എന്ന് പറയുന്ന ഒരാളും അറ്റൻഡർ എന്ന് പറയുന്ന ഒരാളും കലക്ടർ പറഞ്ഞു കേൾക്കുന്ന ഒരാളാണല്ലോ. അയാൾ ഭരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് മയാസൃഷ്ടം, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ സൊസൈറ്റിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സ്ട്രക്ചറായിട്ട് പോകേണ്ടത്. ഇപ്പം നല്ല ഒരു സാധാരണഗതിയിൽ പണ്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ബാർഗെയിൻ ചെയ്ത് ഏറ്റവും മിനിമം കാശ് ഒരാൾക്ക് മേടിക്കുക, ഏറ്റവും വലിയ കാശിൽ അത് വിൽക്കുക, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് ഡെവലപ്മെൻറ്റും ബിസിനസ്സും. അത് ഇന്നും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് മാത്രം ചെയ്യുന്ന എത്രയോ പേരെ നമുക്കറിയാം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ പേരെ അറിയാം. ഇപ്പം രാജാവ് ബിസിനസ്സുകാരനായി എന്ത് ചെയ്യും? അയാൾ കാശുണ്ടാക്കാനേ നോക്കുള്ളൂ, ആർക്കും ഒന്നും കൊടുക്കില്ല. അത് പാടില്ല. രാജാവ് എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഒരു കലക്ടർ ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്ററാണ്. അതിനർത്ഥം എന്താ? എൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്നാ പറയാം. എന്താ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ? നേഴ്സ് പിന്നെ അരിഷ്ടിച്ചിട്ട് കഷ്ടി മാത്രം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ 4 ഡ്രോപ്പ് 2 ഡ്രോപ്പ് കൊടുത്തിട്ട് രോഗിയോട് പോയിക്കൊള്ളാൻ പറയും? ഇല്ല, അത് ലിബറലായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും ലിബറലാണ്, രാജാവ് എപ്പോഴും ലിബറലാണ്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവിൽ കാശൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില മന്ത്രിമാരെ ഞാൻ സൂക്ഷിച്ചു നോക്കും. അവർ നല്ല വൈശ്യന്മാരായിരിക്കും. അവർ പറയും അത്ര കൊടുക്കരുത് എന്ന് പറയും. കൺട്രോളർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് പണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റിലും കൺട്രോളർ ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. നമുക്കിപ്പോഴും കാണാം. ഒരു കലക്ടർക്ക് തോന്നുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബഡ്ജറ്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിങ്, ഇതൊക്കെ അത്യാവശ്യമാണോ അല്ലയോ? ആണ്. ഇനി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യാനുള്ളൊരു അഡ്വൈസറി ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പാണ് ബ്രാഹ്മണന്മാർ. അവർക്ക് ഈ ആവശ്യങ്ങളെക്കുറിച്ച് ഇപ്പം എല്ലാ രാജാക്കന്മാരും ക്ഷത്രിയന്മാരാണ്. അവരൊക്കെ അഡ്വൈസ് ചെയ്യാനുള്ള മെൻറ്റേഴ്സായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. ആചാര്യന്മാരെ കൊണ്ട് നടന്നിരുന്നു. അപ്പോൾ ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ വിഭാഗിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാ ഗവൺമെൻറ് ഓഫീസിലുണ്ട്. ഒരു അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ടാവും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാവും, ഒരു പർച്ചേസിൻ്റെ ആൾക്കാരുണ്ടാവും, നമ്മുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ആൾക്കാരുണ്ടാവും. ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വാക്ക്. പക്ഷെ അതൊരു ജാതിയുടെ വ്യവസ്ഥയായി മാറുമ്പോഴാണല്ലോ അത് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പ്രശ്നമായി മാറുന്നു. അതെ, അത് സത്യമായിട്ട് അങ്ങനെയാണ്. ഇപ്പൊ ഗോപാലൻ എന്ന് പറയുന്ന ഒരു സാധാരണ പശുവിനെ നോക്കി നടത്തുന്ന OBC ആയിട്ടുള്ള അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മുത്തശ്ശനാണ്. ലാലു പ്രസാദ് യാദവ് OBC ആണ്, ഗോക്കളെ നോക്കുന്ന ഒരാളാണ്. അയാളുടെ മുത്തശ്ശനാണ്, യാദവനാണ്. ലാലു പ്രസാദ് യാദവ് യാദവനാണ്. അയാളാണ് കൃഷ്ണൻ. അദ്ദേഹം പിന്നെ അവിടുന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് എവിടെ എത്തി? രാജാവായി. പണ്ട് ക്ഷത്രിയനായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ് പിന്നെ ബ്രാഹ്മണനായിട്ട് മാറിയിട്ടുള്ളത്. ഒരു മുക്കുവനായിട്ട് മാറിയിട്ടുള്ളതാണ് വ്യാസനായി മാറിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാട്ടാളനായിട്ടുള്ള ആൾക്ക് വലിയ കവിയായിട്ട് മാറാനും ഗുരുവായിട്ട് മാറാനും
സാധിച്ചിട്ടുള്ള ലോകമാണിത്. അപ്പോൾ ഒരിക്കലും ജന്മം കൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഭാരതീയ ശാസ്ത്രപ്രകാരം നിങ്ങളുടെ കർമ്മങ്ങളനുസരിച്ച്, നിങ്ങളുടെ പഠിക്കുന്ന കാര്യങ്ങളനുസരിച്ച്, നല്ലോണം പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ബ്രാഹ്മണനായി, കുറേ ആളെ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാൾ ബ്രാഹ്മണനായി. അതുകൊണ്ടാണ് സ്വഭാവ പ്രഭവൈർ ഗുണൈ, സ്വഭാവം അനുസരിച്ചിട്ടാണ് ഗുണങ്ങളെ തരംതിരിക്കുന്നത്. ഗുണം മാറാം. പക്ഷെ നമ്മൾ ഇന്നത്തെ വ്യവസ്ഥ അനുസരിച്ചിട്ട് എന്തായി മാറിയത്? ഒരാൾ ബ്രാഹ്മണൻ്റെ അച്ഛനും അമ്മയും ബ്രാഹ്മണനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും വേളി കഴിച്ചിട്ടോ സംബന്ധത്തിലോ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ബ്രാഹ്മണനാണെന്ന് ഡിക്ലെയർ ചെയ്ത് അയാൾക്കൊരു പൂണൂലും കൂടി എടുത്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനായി. അയാൾ ഒന്നും പറയണമെന്നില്ല, പഠിക്കണമെന്നില്ല, ബ്രഹ്മം അറിയണമെന്നില്ല. അയാൾ ചെയ്യുന്ന പണി ചിലപ്പം ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സിസ്റ്റം ഫോൾസ് സിസ്റ്റമാണ്. അല്ല, ആ ഡിഫൈൻ ചെയ്ത് ആവണമെന്നില്ല പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള അബദ്ധമാണ്. നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, എന്തിനാണ് ഉണ്ടാക്കിയത്? അതാവണമെന്നില്ല, കുറച്ചു കാലം ചെയ്യുമ്പോൾ അത് മാറിപ്പോവും. അത് പൊളിച്ചെഴുതേണ്ടത് അത്യാവശ്യമാണ്. ഭാരതീയ സംസ്കാര പ്രകാരം നമ്മൾ എന്തുണ്ടാക്കിയാലും ഓരോ കാലങ്ങൾക്കനുസരിച്ച്, ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിനെ റീഡിഫൈൻ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. കാലദേശ നിബന്ധിതമാവണം നമ്മുടെ നിയമങ്ങളൊക്കെ. പക്ഷെ എന്ത് പറ്റി? അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ സംഭവങ്ങളും കൂടിയൊക്കെ ഉണ്ടായി. ഇത് വല്ലാണ്ട് മിക്സ് ചെയ്ത് വല്ലാണ്ട് കോംപ്ലക്സ് ആയി റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പം നമ്മൾ പറയുന്ന കാറ്റഗറൈസേഷൻ മാത്രമൊന്നുമല്ല. കർണാടകയിൽ പോയാൽ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, OBC, SC, ST എന്ന് മാത്രമൊന്നുമല്ല. കർണാടകയുടെ നിയമപ്രകാരം കേരളത്തിൽ നിന്നുള്ള 1946-നും 64-നും ഇടയിൽ ജനിച്ച നായന്മാർ കർണാടകയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ അവർക്കൊരു കാറ്റഗറി, 64-ന് ശേഷം മൈഗ്രേറ്റ് ചെയ്തവർക്ക് വേറൊരു കാറ്റഗറി. അങ്ങനെ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ചില അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തു? ഇതിനെ കഷ്ണങ്ങളാക്കി മാറ്റി. ഇപ്പം SC, ST നമ്മൾ കൂടിയാണ് പറയാം. SCയും STയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ST എന്ന് പറഞ്ഞാൽ ട്രൈബ്സ് ആണ്. അതൊരിക്കലും പുറത്തു വരാത്തവരാണ്, കാട്ടിൽ മാത്രം ജീവിക്കുന്നവർ. അവർ കാട്ടിൽ നിന്ന് കുറച്ച് പുറത്ത് വന്നാൽ അവർ SC ആയി, ഷെഡ്യൂൾഡ് കാസ്റ്റായി. പക്ഷെ നമ്മൾ SC, ST കൂടിയാ പറയാം. റിസർവേഷനൊക്കെ അങ്ങനെയാണ് പറയാം. എന്താ കാരണം? ഈ ട്രൈബ്സിനെയൊക്കെ നമ്മൾ SC ആക്കി മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി. അപ്പോൾ താൽക്കാലികമായിട്ടുള്ളതാണ്. അത് 1947 ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. അവരെന്താണ് ജാതി, ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ എന്ന് ആർക്കും അറിയില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടേതായ ദേവതാ സങ്കല്പങ്ങളായിരുന്നു. അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ എന്ത് ചെയ്തു? അവർ നമ്മുടേതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്തു? അവരെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൺവേർട്ടഡ് ആയിട്ടുള്ള അത്തരം ആൾക്കാരെയും SCയിൽ പെടുത്തി. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷൻസാണ്. ഇപ്പം സാധാരണ ഒരാൾക്ക് പോലും ബ്രാഹ്മണന്മാർ പൂജ ചെയ്യുന്നത് OBC ആണ്. കാരണം കൃഷ്ണനെയാണല്ലോ നമ്മൾ പൂജിക്കുന്നത്. കൃഷ്ണൻ OBC ആണ്. ശിവൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായാലും SC, ST ആവും. അപ്പോൾ ആ ഒരവസ്ഥയിൽ അല്ലേ, കാളയും മയിലും പൂച്ചയും ഒക്കെ ജീവിക്കുന്ന, എലിയും ഒക്കെ ജീവിക്കുന്ന ഒരു സൂവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ശിവൻ. അദ്ദേഹത്തെ ഭഗവാനായി സങ്കല്പിക്കുമ്പോൾ നമുക്ക് കാട്ടിൽ ജീവിക്കുന്ന ST ആയിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. സാധാരണ വീടുകളിൽ പെറ്റായിട്ടൊന്നും ആയിരുന്നില്ല അവരൊന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് ഇന്നത്തെ കാലത്ത് പഴയ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പറ്റിയിട്ടുള്ള അബദ്ധമാണ്. അതങ്ങനെ പാടില്ല. അത് വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. ഇപ്പം പാല് തിളപ്പിക്കുന്നത് പാത്രത്തിൽ തന്നെ ആവണം. കുക്കറിൽ വെച്ച് തിളപ്പിച്ചാൽ എന്തിരിക്കും? ശ്രമിച്ചു നോക്കാൻ പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തിളപ്പിക്കേണ്ട പാത്രത്തിലേ തിളപ്പിക്കാവൂ. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് അവിടെ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റൊന്നിലേക്ക് മാറ്റുമ്പോൾ അത് അവിടെ നടക്കില്ല, അത് കുഴപ്പമുണ്ടാക്കും. ഡോക്ടർ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യനെ മനുഷ്യനായി കണ്ട് ആ ഒരു സ്വഭാവവും ആ ഒരു റെസ്പെക്റ്റും അങ്ങനെ തന്നെ കാണണമെന്നാണ്. സത്യം പറഞ്ഞാൽ ഇത്തരം കാസ്റ്റ് സിസ്റ്റംസ് ഒന്നും ഇനി വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ആകെ വേണ്ടത് യൂണിവേഴ്സൽ യൂണിറ്റേറിയൻ അസോസിയേഷനാണ്. ആ അസോസിയേഷനിൽ എക്കണോമിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ള റിസർവേഷൻസും ഒക്കെ ആവാം. അതല്ലാതെ ഇതൊന്നും ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.